ഹായ് ഹലോ നമസ്കാരം. അനൂസ് കിച്ചൺ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഇന്ന് നമ്മളത് ഒരു കുക്കിംഗ് വീഡിയോ അല്ല, അതിനു പകരം ഞാൻ ഇന്നൊരു സുഡിയോ ഹോളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ കുറച്ച് സുഡിയോ പർച്ചേസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സുഡിയോ ഹോൾ എന്ന് പറയുമ്പോൾ ഡ്രസ്സിന്റെ അല്ല കേട്ടോ. സുഡിയോ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഡ്രസ്സായിരിക്കും നിങ്ങൾ എല്ലാവരും മൈൻഡിലേക്ക് പോയിട്ടുണ്ടാവുക. ഒബ്വിയസ്ലി എല്ലാവരും സുഡിയോയിൽ മെയിനായിട്ട് ഡ്രസ്സ് തന്നെയാണ് പോവാറ്. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ സുഡിയോ ഹാളിൽ കാണിച്ചു തരാൻ പോകുന്നത് അവിടെ നിന്ന് വാങ്ങിയ കുറച്ച് ആക്സസറീസ് ആണ്. നമ്മൾ ഇന്ന് സുഡിയോ ഹാൾ ചെയ്യുന്നത് ആക്സസറീസ് വെച്ചിട്ടാണ്. അതെന്താന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം. കവർ നിറയെ ഞാൻ സുഡിയോന്ന് വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ്. അപ്പൊ അതെന്തൊക്കെയാന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം ഞാൻ. ഫസ്റ്റ് തന്നെ ഞാൻ സുഡിയോന്ന് ഒരു ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, സൈഡ് ബാഗ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സൈഡ് ബാഗ്സ്. അപ്പോൾ അത് കണ്ടിട്ട് ഇഷ്ടമായിട്ട് വാങ്ങിയൊരു സൈഡ് ബാഗാണ്. അടിപൊളി മൾട്ടിപർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡ് ബാഗാണ്. ഇങ്ങനെ ഒരു കമ്പാർട്ട്മെന്റാണ് തുറക്കുമ്പോൾ ഉള്ളത്, ഒരു സിബ്ബാ ഉള്ളത്. അതിനുള്ളിൽ ഇതേപോലെ പൗച്ചോ ഇതൊക്കെ വെക്കാൻ പറ്റുന്ന ഇതുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല എനിക്ക്. നല്ലൊരു പേർപ്പിൾ ആൻഡ് സ്റ്റൈലിഷ് ഷെയ്ഡാണിത്. അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ട് 299 ആട്ടോ. 299 നല്ലൊരു ഐറ്റം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റിൽ പറയാൻ മറന്നു പോകരുത് കേട്ടോ. ഫസ്റ്റ് സാധനം ഇതാണ്. ഇനി അടുത്തത് ഒരു പൗച്ച് തന്നെയാണ്. ഫസ്റ്റ് ഒരു ബാഗ് ആയിരുന്നു, സൈഡ് ബാഗ് ആയിരുന്നു. അടുത്തതൊരു പൗച്ചാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഈ പൗച്ച് ഞാൻ വാങ്ങിയത് മൈക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ള, നമ്മൾ ഇയർഫോൺസ്, മൈക്ക് അതൊക്കെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് പ്രൊട്ടക്റ്റീവായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പൗച്ച് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. ഇതിന് ഇങ്ങനെ ഹാങ്ങിങ് ഒക്കെ ഉണ്ട്. ഇത് 99 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇത് 1 സിബാണ്, അതായത് 1 കമ്പാർട്ട്മെന്റ് മാത്രമുള്ള ഒരു ചെറിയ പൗച്ചാണ്. നമുക്ക് കോയിൻസും ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പൗച്ചാണ്. നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് 2-3 ക്ലിപ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു സുഡിയോന്ന്. ക്ലിപ്പെന്നും ക്ലച്ച് എന്നൊക്കെ പറയാം. ഇതൊരു വലിയ ക്ലിപ്പാണ്. നമ്മൾ പണ്ട് ഇതിന് ക്ലാമ്പ് എന്നായിരുന്നു കേട്ടോ പറയാറ്. ഇപ്പൊ ഇതിനധികം ക്ലച്ച് എന്നൊക്കെയാ പറയുന്നത്. ഒരു ബ്ലാക്കും ബ്രൗണും. ഇതിന്റെ റേറ്റ് വന്നിട്ട് ഈ വലുതിന് വന്നിട്ട് 79 ആണ്. അതുപോലെ ഇതിന്റെ റേറ്റ് രണ്ടിനും 79 ആട്ടോ. അപ്പൊ നെക്സ്റ്റ് എന്താ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഞാനൊരു പഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. 2 പഫ്, ഒന്നല്ല 2 പഫ്. സെയിം റേറ്റ് തന്നെ, 79 2 പഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത് പുറത്തുനിന്ന് വാങ്ങുന്ന റേറ്റ് ജാസ്തിയല്ലേ. അപ്പൊ അടുത്തതായിട്ട് വന്നിട്ട് മേക്കപ്പ് റിമൂവർ ആയിട്ടുള്ള ഒരു പഫാണ്. ഒന്നല്ല, ആക്ച്വലി 4 വരുന്നുണ്ട് ഇതിനകത്ത്. ആക്ച്വലി ഇത് ഒന്നല്ല 4 വരുന്നുണ്ട്. മേക്കപ്പ് റിമൂവ് ചെയ്യുന്ന പാഡ്സ് എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഇതിന് നല്ല ക്യൂട്ടായിട്ടുണ്ട്. അത് 79 തന്നെയാണ് കേട്ടോ റേറ്റ്. പിന്നെ ഞാൻ കുറേ കമ്മൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഓഫറിൽ ഉണ്ടായതായിരുന്നു. ഇത് ഒരു സൈഡിൽ കുത്തുന്ന കമ്മലാണ്. 1 2 3 4 5 കമ്മൽ വരുന്നുണ്ട്. ഇതൊരു സെറ്റിന് 99 റുപ്പീസാണ്. അപ്പൊ എനിക്ക് ഒരു സൈഡ് മാത്രം അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിന്റെ 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കമ്മൽസ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് സെയിം കമ്മലിന്റെ ഗ്രേ കളർ സിൽവർ വേർഷനാണ്, ബ്ലാക്ക് സ്റ്റോൺസ് വരുന്നത്. ഇതിനകത്ത് ഒരു സ്റ്റോൺ പോയിട്ടുണ്ട് കേട്ടോ, ഇപ്പൊ കാണാം. ഇതും എല്ലാം 79 99 റേറ്റിലുള്ളതാണ്. ഇത് ഞാൻ 2 സെറ്റാണ് വാങ്ങിയിട്ടുള്ളത്. ആക്ച്വലി ലാസ്റ്റ് ഞാൻ എന്തെങ്കിലും എല്ലാം കൂടി ഒരുമിച്ച് കാണിച്ചു തരാം. അതുപോലെ ഈ ഒരു സെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് എത്ര പാര് വരുന്ന? 1 2 3 4 5 പാര് വരുന്ന ഈ ഒരു കമ്മലിന്റെ സെറ്റിന് 149 ആയിരുന്നു റേറ്റ് ഉണ്ടായത്. പക്ഷെ അന്നേരം സുഡിയോയിൽ സെയിൽ നടക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു എനിക്കിത് 99 കിട്ടിയിട്ടുണ്ടായത്. അതുപോലെ ഈ ഒരു കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കുറേ ആയിട്ട് ഞാൻ വാങ്ങാൻ നോക്കുന്ന ഒരു കമ്മലായിരുന്നു. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് സുഡിയോന്നാണ്. ഇത് 99 റുപ്പീസിനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നല്ല ഭംഗിയില്ലേ ഈ ഒരു കമ്മല്? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിയത് കേട്ടോ. ആക്ച്വലി ഈ കമ്മൽസ് ഒന്നും ഇന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല.
യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്റ്റുഡിയോ ഹോൾ ചെയ്യണം എന്ന് വെച്ചിട്ട് കുറേ ആയി വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ എനിക്കൊരു ടൈം കിട്ടിയില്ല. അതിൻ്റെ നടുക്ക് പനിയും തണുപ്പൊക്കെ ആയിട്ട് ഫുൾ അങ്ങനെ ലോങ് ആയിട്ട് പോയി. പിന്നെ അത് നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഒരു രൂപം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നെ ഈ ഒരു കമ്മലായിരുന്നു ലവ് ഷേപ്പിലുള്ള. ഇതും 49 ഞാൻ വാങ്ങിയതാണ്, സ്റ്റുഡിയോന്ന് തന്നെ വാങ്ങിയതാണ്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച സെറ്റിന്റെ വേറൊരു സെറ്റും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ 2 പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു പീസിന് 99 വെച്ചിട്ട് 2 പീസ് എടുത്തിട്ടുണ്ടായത്. അപ്പൊ ഇതാണ് എൻ്റെ സ്റ്റുഡിയോ ഹോൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയുണ്ടെന്ന് കമന്റിൽ പറയാൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങൾ നമ്മളെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അപ്പോഴേ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. അതായത് ഞാൻ ഇടുന്നതിനനുസരിച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റിൽ പറയാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ നമ്മളെ വീഡിയോസൊക്കെ എങ്ങനെയുണ്ടെന്നും കമന്റിൽ പറയാൻ മറന്നു പോകരുത്. അപ്പം ഞാൻ ഈ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി ഈ വീഡിയോ ഒന്ന് എന്താ പറയുക എല്ലാം കൂടി ഒന്നും കൂടി കാണിച്ചു തരാം. ഇതുവരെ അങ്ങനെ ഹോൾ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ഹോൾ വീഡിയോസ് ചെയ്തിട്ട്. അതുകൊണ്ട് എനിക്കറിയുന്ന വിധത്തിൽ ഞാനൊന്ന് ചെയ്തതാണ്. എന്തെങ്കിലും ചേഞ്ച് വരുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ പറയാം. അതുപോലെ ഈ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിൽ പറയുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാം. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ബൈ ബൈ.